പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അനോയിന്റിംഗ് നിമിത്തം, അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്താണ് നുകം? എന്താ നുകം എന്ന് പറയുന്നത്? നുകം എന്ന് വെച്ചാൽ എന്താ? ആമേൻ. നുകത്തിന്റെ ഡ്യൂട്ടി എന്താണ്? നുകം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം നുകം എന്ന് പറയുന്നത്, ആമേൻ, ഇന്നത്തെ കാലത്ത് ആമേൻ ആധുനിക സംവിധാനങ്ങൾ അരങ്ങുവാഴുന്ന കാലമായതുകൊണ്ട് ട്രാക്ടറുകൾ, അതിനോടനുബന്ധിച്ച് കൃഷിക്ക് അനുയോജ്യമായ ആമേൻ ഉപകരണങ്ങളും മെഷീൻസ് ഉണ്ട്. ആമേൻ. പക്ഷെ പണ്ട് കാലത്ത് ഇന്നും അത് ഉപയോഗിക്കുന്നവരുണ്ട്. തമിഴ്നാടിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. പണ്ട് കാലത്ത് നിലം ഉഴുവിച്ചിരുന്നത് കാളകളെ കൊണ്ടാണ്, കാളയെ കൊണ്ടാണ് നിലം ഉഴുവിച്ചിരുന്നത്. അപ്പോ അവൻ നിലം ഉഴുവിക്കാൻ വേണ്ടി കാളകളെ ഹല്ലേലൂയ ഉപയോഗിക്കുന്നതിനായി കാളയുടെ മേൽ വെക്കുന്ന ഒരു മരക്കഷ്ണമുണ്ട്. രണ്ട് കാളകളെ മരക്കഷ്ണത്തിന്റെ രണ്ട് സൈഡിലായി നിർത്തിയിട്ട് അതിനെ നുകത്തോട് ചേർത്ത് ബന്ധിക്കും. ഹല്ലേലൂയ. നുകത്തോട് ചേർത്ത് ബന്ധിക്കും. ഈ നുകം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നുകം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നുകം വന്നാൽ പിന്നെ കാളയുടെ ഇഷ്ടത്തിന് നീങ്ങാനൊക്കത്തില്ല. ഹല്ലേലൂയ. കാളയ്ക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല? കാളയുടെ ഇഷ്ടത്തിന് ചലിക്കാനൊക്കത്തില്ല. നുകം വെക്കുന്ന മനുഷ്യൻ കാളയോട് എന്ത് പറയുന്നോ അതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നുകം വെക്കുന്നവൻ പറയും, നീ ഇപ്പൊ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കണ്ടെന്ന് തന്നെ, നീ ഇപ്പൊ പുല്ല് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ടെന്ന് തന്നെ, നീ അങ്ങോട്ട് നീങ്ങണ്ടെന്ന് പറഞ്ഞാൽ നീങ്ങണ്ടെന്ന് തന്നെ. നുകം വെക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ നുകം വെക്കുന്നയാൾ എന്ത് പറയുന്നു അത് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് ഈ നുകത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നുകം വയ്ക്കുന്ന മനുഷ്യൻ എന്ത് പറയുന്നു അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നുകം വയ്ക്കുന്ന മനുഷ്യൻ പറയുക, നീ അനങ്ങണ്ട, നീ അവിടെ നിന്നോ, കെട്ടിയ വെച്ചാൽ അവിടെ നിൽക്കും, നീ ഈ രീതി ചിന്തിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെ അതിനപ്പുറം എന്ത് ചിന്തിച്ചാലും നുകം വെക്കുന്നവൻ പറയുന്നിടത്ത് കിടക്കും കാള. ഹല്ലേലൂയ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല. ഇതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി നുകം വെക്കാൻ പിശാച് നോക്കും. ഹല്ലേലൂയ. നുകം വെക്കുന്നത് ഓർത്തോണം, ദൈവമക്കൾക്ക് വിരോധമായി നുകം വെക്കുന്നത് മനുഷ്യനല്ല, ദൈവമക്കൾക്ക് വിരോധമായി നുകം വെക്കുന്നത് പിശാചാണ്. അവന്റെ ചിന്ത, നീ പ്രാർത്ഥനയിൽ ഉയരരുത്, നീ ആരാധിക്കരുത്, നീ വിടുതൽ പ്രാപിക്കരുത്, നീ കൃത്യമായി ചർച്ചയിൽ വരരുത്, ദൈവനാമത്തിൽ നീ പ്രയോജനപ്പെടരുത്. നിന്നെ എവിടെ എങ്ങനെ പൂട്ടണമെന്ന് അവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കും. നിന്നെ പൂട്ടാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറയുകയാണ്, ഏതു നുകം നമ്മുടെ മേൽ വീണാലും ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ നുകം പൊട്ടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയാൽ ഈ നുകം കാളയുടെ മേൽ വെക്കുന്ന നുകമല്ല, ഈ നുകം പിശാച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാതിരിക്കാൻ, രക്ഷയിലേക്ക് വരാതിരിക്കാൻ പിശാച് വെക്കുന്ന നുകമാകയാൽ ഈ നുകം അനോയിന്റിംഗ് വരുമ്പോ പൊട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനോയിന്റിംഗ് വന്നാൽ നുകം പൊട്ടും, പുഷ്ടി വന്നാൽ നുകം പൊട്ടും, അഭിഷേകം വന്നാൽ നുകം പൊട്ടും. ഹല്ലേലൂയ. അഭിഷേകം വന്നാൽ എന്ത് ചെയ്യും? നുകം പൊട്ടും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ചിലതിനകത്ത് നമ്മളെ കുടുക്കിക്കളയാൻ, ചിലതിനകത്ത് നമ്മളെ ഒതുക്കിക്കളയാൻ പിശാച് നമുക്ക് വെക്കുന്ന ചില ആതിർവരമുണ്ട്. അതിനെയാ നുകമെന്ന് പറയുന്നേ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നവനുണ്ടോ? നുകത്തിന്റെ ആതിർവരമ്പുകളെ പൊട്ടിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം ചിലതിനെ സ്വർഗം കരം പിടിക്കാൻ പോകുക. എവിടൊക്കെയോ നിന്റെ മേൽ നുകം വെച്ചിട്ടുണ്ടോ? പിശാച് പറയും, നീ എഴുന്നേക്കണ്ട, നീ എഴുന്നേക്കണ്ട, നീ ഇരുന്നോ, നീ പ്രയോജനപ്പെടണ്ട, നീ ഒതുങ്ങിക്കൊടുക്ക, ഇനി അങ്ങനെ ഇനി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒതുക്കിക്കളയുമ്പോ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് മുന്നേറുക താല്പര്യപ്പെടുന്നവരുണ്ടോ? പിശാചിന്റെ നുകമല്ല നിങ്ങളെ പിന്നെ ഭരിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവനൊരു പുതിയ പ്ലാൻ സജ്ജീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ പ്ലാനിനകത്തോട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? നുകത്തെ പൊട്ടിക്കണം. ഹല്ലേലൂയ. നുകത്തെ പൊട്ടിക്കണം. നുകത്തെ പൊട്ടിച്ചാലേ പ്ലാനിനകത്തോട് കയറാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഈ നുകം എങ്ങനെ പൊട്ടും? ഈ നുകം അഭിഷേകത്താൽ പൊട്ടും. ആമേൻ. ഈ അഭിഷേകം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ തരത്തിലല്ല, 3 തരത്തിലുള്ള അഭിഷേകമുണ്ട്. ആമേൻ.
ഹല്ലേലൂയ. അഭിഷേകം എന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതിന് അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. 3 തരത്തിലുള്ള അഭിഷേകം, 3 ടൈപ്സ് ഓഫ് അനോയിന്റിംഗ് ഉണ്ട്. ആമേൻ. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുന്നേ പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചു. ആമേൻ. 2 തരത്തിലുള്ള അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു. ആമേൻ. ഒന്നാമത് നിങ്ങളിൽ വരുന്ന അഭിഷേകം, 2 നിങ്ങളുടെ മേൽ വരുന്ന അഭിഷേകം. ഇത് മൂന്നാമത്തെ നുകത്തെ തകർക്കുന്ന അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞു ആമേൻ നിങ്ങളിൽ വരുന്ന അഭിഷേകം, 2 നിങ്ങളുടെ മേൽ വരുന്ന അഭിഷേകം, 3 ആമേൻ നുകത്തെ തകർക്കുന്ന ഒരു അഭിഷേകം. ഇന്ന് പകൽക്കാലം ഇതിൽ ഏറ്റവും മേത്തരമേറിയത് ആമേൻ ഒന്നാമത്തെ അഭിഷേകമാണ്. ആമേൻ. അതിനേക്കാളും മേത്തരമേറിയ രണ്ടാമത്തെ അഭിഷേകമാണ്. അതിനേക്കാളും മേത്തരമേറിയത് മൂന്നാമത്തെ അഭിഷേകമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. അവസാനത്തെ 2 പ്രാപിച്ചിട്ട് ആദ്യത്തത് പ്രാപിച്ചില്ലെങ്കിൽ നീ ക്ലോസ്. ആമേൻ. നമ്മൾ ക്ലോസ്. ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ ഹല്ലേലൂയ ആദ്യത്തെ അഭിഷേകം ആമേൻ ഹല്ലേലൂയ ആത്മാവിന്റെ വിലയുള്ള അഭിഷേകമാണ്. ആമേൻ. ആമേൻ. ഞാൻ ഒന്ന് എടുത്തു വായിച്ചേ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം ആമേൻ 2-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. ആമേൻ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. ആ അഭിഷേകം നിങ്ങളോട് സകല കാര്യങ്ങളും ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ആ ഉപദേശത്തിനകത്ത് വസിക്കണമെന്ന് പറയുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ അഭിഷേകം നമ്മളിൽ ഇരിക്കുന്ന അഭിഷേകമാണ്. ഇത് പുറത്തു വന്നു പോകുന്ന സംഭവം അല്ല. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഇത് പുറത്തു വരുന്ന അഭിഷേകമല്ല. ഈ അഭിഷേകം വന്നാൽ ഇവിടെ പറയുന്നു നമ്മളിൽ വസിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകം. അബൈഡിങ് അനോയിന്റിംഗ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ അഭിഷേകം അവൻ എപ്പോഴും നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. തെറ്റിലോട്ട് പോയാൽ പോകരുത്. അവൻ ശരി ചെയ്യ. അവൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ പറയരുതെന്ന് പറയും. ഹല്ലേലൂയ. ഇത് നമ്മളെ ഉപദേശിക്കുന്ന അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത ഇന്ന് പകൽക്കാലം ഞാൻ പറയും. ചിലർ ചോദിക്കും എനിക്ക് അഭിഷേകം വന്നിട്ടുണ്ടോ ഇല്ലയോ? ചിലരുടെ സംശയം ഇതാ. എന്താണ് കാര്യം? എനിക്ക് അഭിഷേകം, അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് അന്യഭാഷ പറയുക, ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നു, അന്യഭാഷ പറയുന്നു, താഴെ വീഴുന്നു, എഴുന്നേക്കുന്നു. അഭിഷേകത്തിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ അളവിൽ നടക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകം വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അഭിഷേകം വരും വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് വരാം. ഹല്ലേലൂയ. അവൻ അഭിഷേകം വരുമ്പോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തിരിക്കുന്നു. പക്ഷെ എനിക്ക് അന്യഭാഷയും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അഭിഷേകം ഉണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആമേൻ. 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 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്നേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചു. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. കരങ്ങളെ ഉയർത്തി എന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല.
അപ്പൊ തിരിച്ചറിയുക, അവൻ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ. അടുത്തയാൾ അഭിഷേകം പ്രാപിക്കുന്നു, അന്യഭാഷ പറയുന്നു, പക്ഷെ എനിക്കതൊന്നും വരുന്നില്ല, ഒന്നും തോന്നുന്നില്ല. പോകുന്നു, ആരാധിക്കുന്നു, തിരിച്ചു വരുന്നു. അവരാരാധിക്കുന്നത് കണ്ടേച്ചും തിരിച്ചു പോരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞ് ഭാരപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. എപ്പോഴാ കർത്താവ് യേശുവിനെ പറയുന്നത്? റോമർ 9:12 ഇങ്ങനെ പറയുന്നു, യേശുവിനെ ആമേൻ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുന്ന, അവൻ ദൈവം മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരുവന് രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞു തരാം. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിട്ടുണ്ട്. ആമേൻ, ആമേൻ. കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കിയൂടെ പറയുമ്പോൾ ഈ ഹല്ലേലൂയൊക്കെ കാണണം. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ എന്ത് വന്നിട്ടുണ്ട്? പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. കാരണം ദൈവത്തെ, യേശുവിനെ കർത്താവ് എന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നെങ്കിലേ പറയാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. അയ്യോ, നിങ്ങൾക്ക് സന്തോഷവും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. ഉണ്ടോ നിങ്ങളിവിടെ? ഐസ് കൊണ്ട് ഫ്രീസായി പോയോ? അല്ല, AC കൊണ്ട് ഫ്രീസായി പോയോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ രക്ഷയ്ക്കായി ആ മനുഷ്യനെ ഒരുക്കുന്നത് അടുത്തൊരു മനുഷ്യനല്ല, അടുത്തൊരു പാസ്റ്ററല്ല, ലോകത്തിലൊരു വ്യക്തിയല്ല. നിങ്ങൾ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ടുവെങ്കിൽ രക്ഷയ്ക്കായി കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവേ അങ്ങ് മാത്രം എൻ്റെ ദൈവം, അങ്ങൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനുണ്ടാകാം. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ആമേൻ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലായിരുന്നെങ്കിൽ പോയി ഒരു വ്യക്തിയാണ് പ്രവർത്തിച്ചെങ്കിൽ പോയി സുവിശേഷം പറയുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ടേനെ. ഹല്ലേലൂയ. പാസ്റ്ററെ ഇന്നാളുടെ അടുത്ത് സുവിശേഷം പറഞ്ഞു, പാസ്റ്ററെ തിരിഞ്ഞു നോക്കിയില്ല. ഹല്ലേലൂയ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ വരാത്തോണ്ട സമർപ്പിക്കാത്തെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ക്രിയ ചെയ്യത്തക്കവണ്ണം ദൈവത്താൽ അവൻ തിരഞ്ഞെടുത്ത്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ സുവിശേഷം പറയുന്ന എല്ലാവരും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹല്ലേലൂയ. അതൊന്നും എനിക്ക് നിങ്ങൾക്കാർക്കും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. സുവിശേഷം പറയുന്ന എല്ലാവരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. അന്യഭാഷ പറഞ്ഞ് തുള്ളിച്ചാടുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നും വിചാരിക്കരുത്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവസന്നിധി നിൽക്കുന്നത് ദൈവസന്നിധിയിൽ അവൻ വില കൊടുത്ത് നിൽക്കുന്നവർക്കുള്ളത് എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ നരകത്തിൽ പോയി, ഇനി ആരാധനയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരാതിരിക്കാനും ഞാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്ക്, നമ്മൾ സുവിശേഷം പറയണ എല്ലാവരും രക്ഷിക്കപ്പെടണം നിർബന്ധമൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷയ്ക്കായി ദൈവം കണ്ടിരുന്നവരെ, ആമേൻ, രക്ഷയ്ക്കായി ദൈവം കണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവർ നിങ്ങളോട് കൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയുക, കർത്താവേ ആരെ എന്നിലൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം, എന്നെ അവരുടെ അടുക്കൽ എത്തിക്കണം. ഒരു വ്യക്തി പോലും എൻ്റെ നിന്ന് മിസ്സാകരുത്. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ആളിനെ ശേഖരിക്കുന്നത് ചർച്ചിൽ എണ്ണം കൂട്ടാനല്ല. നമ്മൾ ആളെ ശേഖരിക്കുന്നത് ആമേൻ നമുക്ക് ഈ ലോകത്തിൽ ആർക്കെങ്കിലും കണക്ക് കൊടുക്കാനല്ല. നമ്മൾ ആളെ ശേഖരിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നമുക്ക് യുദ്ധം മനുഷ്യനോടല്ല, നമുക്ക് യുദ്ധം ലോകത്തോടല്ല, നമുക്ക് യുദ്ധം വൈശാചിക മണ്ഡലങ്ങളോടാണ്. നമ്മൾ കൊള്ളയിടുന്ന അടുത്തൊരു മനുഷ്യന്റെ പക്കലിരിക്കുന്നതല്ല, നമ്മൾ കൊള്ളയിടുന്നത് പിശാചിന്റെ പിടിക്കാതിരിക്കുന്ന ചിലതിനെയാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് എന്തിനാ? പിശാചിനെ പിടിക്കാതിരിക്കുന്ന കുറെ എണ്ണത്തെ കൊള്ളയിട്ട് ദൈവരാജ്യത്തിനകത്ത് കയറ്റാൻ വേണ്ടിയാ നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, രക്ഷയ്ക്കായി കണ്ടിരിക്കുന്നവർ അടുക്കൽ ആമേൻ എന്നെ അയക്കണമേ. അവർ നഷ്ടമായി പോകരുത്, അവർ രക്ഷയ്ക്കായി വേർതിരിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ അഭിഷേകത്തിലോട്ട് വരാം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് വേണം? യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അഭിഷേകം വേണം. അതുകൊണ്ട് ആമേൻ കുറച്ച് ദിവസം ഫോളോ ചെയ്യുക.
അന്ന് വാ ചർച്ചയിൽ വാ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. യേശു ജീവിക്കുന്ന ദൈവ പറയ് ഹല്ലേലൂയ, പറയ് പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. ഏറ്റെടുത്തില്ലെങ്കിൽ പറയ് കർത്താവേ അത് അങ്ങേക്കുള്ളതല്ലെങ്കിൽ ഞാൻ വിട്ടു. ഹല്ലേലൂയ. പുറകെ നടന്ന് തോക്കും വെച്ചുകൊണ്ട് മാനസാന്തരപ്പെടുത്താനൊന്നും നിൽക്കണ്ട. ഹല്ലേലൂയ. വന്നില്ലേ നിന്നെ ആമേൻ നിനക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊന്നും പറഞ്ഞേക്കരുത്. നമ്മളെ വിളിച്ചത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാ. ഹല്ലേലൂയ. കഴിഞ്ഞ ആമേൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹല്ലേലൂയ ഒരു വ്യക്തി ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തെ ചർച്ചയിൽ വിളിക്കാൻ വേണ്ടി വേറൊരാൾ വന്നു. പുള്ളി ചർച്ചയിൽ പോകുന്ന ആളല്ല, വേറൊരാൾ വന്നു. ഹല്ലേലൂയ. ഇപ്പോഴല്ല, ഒരു 4-5 വർഷം വരുമെന്ന് തോന്നുന്നു, 5 അല്ല കൂടുതൽ, കോവിഡിന് മുന്നേ അവർ പറയുവാണ് ചർച്ചയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വരുമെന്ന് അങ്ങ് പറയും. അപ്പോഴേ ഭീഷണിപ്പെടുത്തി അല്ല കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നേ. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൂടെ? കർത്താവിനുള്ളവരെ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുവാണേ. അപ്പൊ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരാളിൽ എന്തുണ്ട്? ദയവ് ചെയ്ത് ഇത് ഞാൻ വചനത്തില്ലാത്തൊന്നും പറയത്തില്ല, വചനത്തിനുള്ളതേ പറയത്തുള്ളൂ. ആമേൻ. എനിക്ക് ആ പരിപാടിയില്ല, വചനത്തിനകത്തുള്ളത്. ദൈവ പരിശുദ്ധാത്മ ഉള്ള ഒരു വ്യക്തിക്കല്ലാതെ ആരെ കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല, യേശുവിനെ കർത്താവെന്ന് പറയാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവെന്ന് നിങ്ങളുടെ യേശു മാത്രം കർത്താവ്, എൻ്റെ ഉടമസ്ഥൻ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ, അത് നിങ്ങൾ വായിക്കൊണ്ട് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നേ, നിങ്ങളിൽ എന്ത് വരുന്നേ, ആ രൂപാന്തരം വരുന്നേ. നിങ്ങളെ തന്നെ ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളത് കൊണ്ട്, വന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം ദൈവാത്മാവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തെ അഭിഷേകം നമ്മളിൽ വസിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്തെ കൊണ്ട് അവനാൽ പ്രാപിച്ച അഭിഷേകം എന്ത് ചെയ്യുക, നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ ആര് ഉപദേശിക്കും? പരിശുദ്ധാത്മാവ് ഉപദേശിക്കും. ഹല്ലേലൂയ. നമ്മളെ ആരുപദേശിക്കും? പരിശുദ്ധാത്മാവ് ഉപദേശിക്കും. ഹല്ലേലൂയ. ചിലരുണ്ട് ചിലർ ഭയങ്കര വിഷമമാണ്. എനിക്ക് അഭിഷേകം വന്നിട്ടില്ല, ഇന്നയാൾ അന്യഭാഷ പറയുന്നു, ഇന്നയാൾ തുള്ളിച്ചാടി ആരാധിക്കുന്നു, എൻ്റെ പേർ മാത്രം ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ അന്യഭാഷ പറയുന്നവരെ സ്വർഗത്തിൽ പോകുന്നു ചോദിച്ചാൽ പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വരും ഇതൊക്കെ എവിടെ നിന്നാ സിസ്റ്റർ എന്ന് ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് പറയുക. ഇവിടെ നിന്നല്ല, ചർച്ചിൽ പോയി. നമ്മുടെ ചർച്ചിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവായിട്ടുള്ളതാ. ചർച്ചിൽ വന്ന് ഭയങ്കര അന്യഭാഷയായിരിക്കും. ഹല്ലേലൂയ. വീട്ടിൽ ചെന്ന് അതുപോലെ ഭയങ്കര അന്യായ ഭാഷയായിരിക്കും. ഹല്ലേലൂയ. ചർച്ചിൻ്റെ അകത്ത് വരുമ്പം ഭാഷ പറയുന്നതിനേക്കാളും അന്യഭാഷ പറയും. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, അകത്തിരിക്കുന്നെല്ലാം ഗുരുട്ടൂതിയ, അകത്തിരിക്കുന്നെല്ലാം അന്യായ വാക്കുകൾ അകത്തിരിക്കുന്നേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയുന്നതോ, ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങോട്ട് 3 സ്വർഗത്തിൽ പോകത്തില്ല. പണ്ടത്തെ പാസ്റ്റർമാരുടെ ഭാഷയെ പറഞ്ഞ, എൻ്റെ ഭാഷയല്ല, ദയവ് ചെയ്ത് എന്നെ അടിക്കാൻ വരരുത്, എൻ്റെ ഭാഷയല്ല, സ്വർഗം തരിശു കിടന്നാലും നിങ്ങൾ അങ്ങോട്ട് കയറത്തില്ല. ഇവിടെ നീണ്ട അന്യഭാഷ പറയുന്നൊന്നും കാര്യമില്ല. ആമേൻ. ദിവ്യ സിസ്റ്ററോട് എല്ലാവരും പിണങ്ങി, അല്ലേലും ഇപ്പൊ എല്ലാവർക്കും എന്നോട് പിണക്കുക. ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവിടെ നീണ്ട അന്യഭാഷ പറഞ്ഞാലും ശരി, മണിക്കൂർ പ്രാർത്ഥിച്ചാലും ശരി, അന്യഭാഷയെ പ്രാർത്ഥിച്ചാലും ശരി, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നെങ്കിൽ നിന്നിൽ വെളിപ്പെടുന്ന സ്വഭാവം ദൈവിക സ്വഭാവമായിരിക്കണം. നിന്നിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് ദൈവത്തിന് അനുയോജ്യമായ വാക്കായിരിക്കണം. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് ദൈവഹിതമുള്ളതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സിസ്റ്റർ ദേഷ്യം വന്നപ്പോൾ വിളിച്ചു പോയതാന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ക്യൂസ് ഒന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറയും, പോട്ട് ബ്രദറെ, അടുത്ത തവണ ഇനി ആവർത്തിക്കല്ലേ. കർത്താവ് പറയും, ഇങ്ങോട്ട് വന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് പേര് പറയും, കുഴപ്പമില്ല സിസ്റ്റർ, പോട്ടെ ആമൻ, കുഴപ്പമില്ല. ചിലർ പറയും, ആമൻ ഞാനിനി വരത്തില്ല, മിണ്ടത്തില്ല, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഒന്ന് മാനസാന്തരപ്പെട്ട കർത്താവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുക. അന്യായ ഭാഷയും അന്യഭാഷയും ഒരേ വായിന്ന് വരരുത്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയും പിശാചിൻ്റെ പ്രവൃത്തിയും ഒരേ ജീവിതത്തിൽ നിന്ന് വരരുത്. കാരണം വചനം പറയുന്നു, ഒരേ ഉറവിൽ നിന്ന് ആമേൻ നല്ലതും തീയതുമായുള്ള വെള്ളം പുറപ്പെടുത്തില്ല. ഒന്നുകിൽ നീ നല്ലത് പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ നീ തീയത് പുറപ്പെടുവിക്കും. ഒരിടത്ത്
ചെന്ന് ഒന്ന്, വേറൊരിടത്ത് ചെന്ന് വേറൊന്ന് വരത്തില്ല. ചർച്ചയിൽ വരുമ്പോൾ അന്യഭാഷ, വീട്ടിൽ പോകുമ്പോൾ അന്യായ ഭാഷ വരത്തില്ല. നിന്നെ കർത്താവിന്റെ ആത്മാവിനാൽ ഉപദേശിക്കപ്പെടുന്ന വ്യക്തിയാണോ നിന്നിൽ നിന്ന് വരുന്നത്, ദൈവത്തിന് ഹിതമുള്ളതായിരിക്കണം. ഹല്ലേലൂയ, 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 ആമേൻ. എന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ്. ഹല്ലേലൂയ. ആണ് ഞാൻ ചർച്ചയിൽ ഒരു സിസ്റ്റർ വിളിച്ചാൽ പറയുക, ഇന്നയാൾ നിങ്ങളെ ചർച്ചയിൽ വന്നിരുന്നല്ലേ ആരാധിക്കുന്നത്. അടുത്ത കാലത്തും കുറച്ച് ഞാൻ കേട്ടു, ഒരു 6 മാസത്തിനിപ്പുറം. ആമേൻ, നിങ്ങളുടെ ചർച്ചയിൽ വന്നിരുന്നല്ലേ ആരാധിക്കുന്നത്. ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ആരാധിക്കുക. വീട്ടിൽ വരുമ്പോ നാട്ടുകാരോട് ഇടപെടുമ്പോ എങ്ങനെയാണെന്ന് അന്വേഷിച്ചു നോക്കണം, എന്നിട്ട് ഞങ്ങളെ ചർച്ചയിൽ വിളിക്കാൻ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തലേ കൂടെ തുണി ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. പൊന്ന് ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ ദയവ് ചെയ്ത് നിങ്ങൾ ദൈവസന്നിധി വരുന്നെങ്കിൽ ജീവിത ക്രമീകരണം വരാനും കൂടെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാ, പ്ലീസ്. ഹല്ലേലൂയ. ജീവിത ക്രമീകരണം കൂടെ വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി പേരെ കൊണ്ടിരുത്തി പ്രസംഗിച്ചാലും ഞാൻ ഒരാളുടെ തമ്മിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരാളിരുന്നപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഉറപ്പാ. ഹല്ലേലൂയ. ഒരാളിരുന്നപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഒന്നല്ല 2 പേര്. ആമേ, 2 പേര്. അത് ഒരാളെന്ന് പറഞ്ഞാൽ കള്ളോ, 2 പേരിരുന്നപ്പോഴും പ്രസംഗിച്ചു. ഒരാളിരുന്നപ്പോൾ വീട്ടിൽ ഭവന മീറ്റിംഗ് പ്രസംഗിച്ചിട്ടുണ്ട്, ചർച്ചിനകത്ത് ഒരാളിരുന്നപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ അല്ല, കാഞ്ഞിരോളം ചർച്ചിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എന്നെ ഏൽപ്പിച്ചപ്പോൾ ആമേൻ ആദ്യമൊക്കെ വരുമ്പോൾ 3 പേര്, 5 പേര് കൂടുതലില്ലായിരുന്നു, മാക്സിമം പോയ 3 പേരായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നമ്മൾ ചർച്ചിൽ ആൾ കണ്ടിട്ട് ശുശ്രൂഷ ഇറങ്ങി വരൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ആമേൻ, ഒരാളിരുന്നാലും പ്രസംഗിക്കും, പ്രസംഗം വരെയൊക്കെ ചെയ്യും, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരുക്കത്തോടെ ഇരിക്കണമെന്നേ ഉള്ളൂ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 ആൻറ്റിമാർ, ഒരു ആൻറ്റി പ്രാർത്ഥനയുടെ അവസാന ക്ലൈമാക്സ് ലാസ്റ്റ് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വന്നു. നിന്നെ പ്രസംഗത്തിൻ്റെ സമയത്തിനുണ്ടായിരുന്നു. അങ്ങനെ 2 പേരുണ്ടായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പാടി, ഓർഗൻ വായിച്ചു, പ്രാർത്ഥിച്ചു. ആമേൻ, പ്രാർത്ഥിച്ചാരംഭിച്ചു. ആമേൻ, മധ്യസ്ഥ പ്രാർത്ഥന എടുത്തു. ആമേൻ, പ്രസംഗിച്ചു, ആശീർവാദം പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് എല്ലാത്തിനുള്ള കൃപയാ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആളെ കൂടാൻ വേണ്ടിയുള്ള പരിപാടിയില്ല, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ, ആമേൻ. വന്നു പോകുന്നതാ സിസ്റ്ററെ, ക്രമീകരിക്കുക. വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് എവിടെ വരുന്നേ? അപ്പൊ ഈ ബാക്കി പറയുന്ന ആൾക്ക് വന്നു പോകുന്നതല്ല, അകത്തെവിടെ കിടപ്പുണ്ട്. എവിടെ കട്ട് ചെയ്യണം? അകത്ത് കിടക്കുന്നതിനെ കട്ട് ചെയ്യണം. ഹല്ലേലൂയ. ചിലരുണ്ട് പുറത്ത് ഭയങ്കര നീതിമാനാ, ഭയങ്കര നീതിമതിയാ. നമ്മൾ കാണുമ്പോൾ അവരാണ് പറഞ്ഞത്, ചർച്ചയിൽ വരുമ്പോൾ അന്യഭാഷ ആരാധിക്കും, വീട്ടിൽ പോകുമ്പോൾ അന്യായ ഭാഷ. അതിൻ്റെ പുറകിലുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ആമേൻ, ഭയങ്കരമായിട്ട് ആരാധിക്കും, പക്ഷെ അകത്ത് കിടക്കുന്ന എന്തുവാണ്? അന്ന് കേട്ട പഠിച്ച കുറെ വാക്ക് അകത്ത് കിടപ്പുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ തികട്ടി വരും. ആരെങ്കിലും ചൊറിയാൻ വന്നാ ഹൃദയത്തിനകത്ത് ചീത്ത വിളിക്കുന്നവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. പുറത്ത് വിളിക്കത്തില്ല, ഹൃദയത്തിനകത്ത് എന്ന് പറഞ്ഞിട്ട് ചീത്ത വാക്ക് പറയുന്നെങ്കിൽ മാനസാന്തരപ്പെടണം. എനിക്കിതെങ്ങനെ അറിയാമെന്നായിരിക്കും, എനിക്കറിഞ്ഞൂടാ, ദൈവത്തിന് അറിയാമായിരിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഹൃദയത്തിനകത്ത് ചീത്ത വിളിക്കുക. നിങ്ങൾ പുറമെ മാനസാന്തരപ്പെട്ട് വയ്ക്കുക. പുറമെ ചർച്ചയിൽ വരുന്നുണ്ട്, ഒറ്റ ഞായറാഴ്ച മുടക്കത്തിൽ ആരാധന ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്, ഒക്കെ ശരിയാ, മണിക്കൂർ പ്രാർത്ഥിക്കും. ആമേൻ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നതാ. പക്ഷെ അത് എന്ത് ചെയ്യും? അത്യാവശ്യ സാഹചര്യം ഒരു വിധം പൂർത്തിയാടും. ചാടാതിരിക്കണമെങ്കിൽ അകത്തന്ന് എന്ത് ചെയ്യണം? അകത്തതിന്റെ ശക്തിയെ കെടുത്തണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടുന്ന് ഒരു ക്ലിപ്പിംഗ് എന്നെ കേട്ടു. ഹല്ലേലൂയ. അതിങ്ങനെ ആയിരുന്നു. ആമേൻ. മാനസാന്തരപ്പെട്ട ഒരു സഹോദരി. ആമേൻ. പുള്ളിക്കാരത്തി ഭയങ്കര സങ്കടം, കാരണം ഭർത്താവ് മാനസാന്തരപ്പെട്ടില്ല. പുള്ളിക്കാരൻ അങ്ങ് ഭയങ്കര ചീത്ത പറച്ചില്ല. എന്താണ്? ഭയങ്കര ചീത്ത പറച്ചില്. കുറ്റം കണ്ട ചുമ്മാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരത്തേക്ക് ഇത് ഭയങ്കര വിഷമം. ഈ സഹോദരി എന്ന് പാസ്റ്ററോട് ചോദിച്ചു. പാസ്റ്ററോടെ സിസ്റ്ററോടെ ചോദിച്ചു പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര സങ്കടം, പുള്ളിക്കാരൻ ചീത്ത പറയുക. അപ്പോൾ ഈ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. സിസ്റ്റർ ചോദിച്ചു, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് വീണ്ടും പറയും, സിസ്റ്റർ ഭയങ്കര കഷ്ടമാണ്. വീണ്ടും ചോദിച്ചു, മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആദ്യം ഒന്നും ഇവർക്ക് മനസ്സിലായില്ല. പിന്നത്തേതിൽ ചോദിച്ചു, എന്നാൽ പിന്നെ ആ ഭാഷ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി?
ചീത്തയാന്ന് എങ്ങനെ മനസ്സിലായി? വീണ്ടും ചെന്ന പ്രാവശ്യം എൻ്റെ മേലെന്തില്ല, അത് കേൾക്കുമ്പോ പറയണം മനസ്സിലായില്ലെന്ന് പറയണം. നമ്മുടെ ഡിക്ഷണറിക്കകത്ത് ആ വാക്കില്ലല്ലോ. അപ്പൊ ചീത്ത വാക്ക് കേൾക്കുമ്പോ നാലും വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ട് നടക്കാതെ ആ വാക്ക് എനിക്ക് മനസ്സിലായല്ലോ കേട്ടോ, എന്താ പറഞ്ഞേ, അത്രേ ഉള്ളൂ. അവരെ ദേഷ്യം പിടിപ്പിക്കുക, ഇതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ബാക്കി മൂന്നുള്ളവർ പറയുമായിരിക്കാം, പക്ഷെ ആ ഭാഷ നമുക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഏതാ? രക്ഷിക്കപ്പെട്ടവരുടെ മാന്യമായ ഭാഷ നമുക്ക് മനസ്സിലാവും, മറ്റേ ഭാഷ മനസ്സിലാകത്തില്ല. അവർ വിളിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണോ? അവർ പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യണോ? കുഴപ്പമില്ല, എന്നെ അത് ടച്ച് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നമ്മൾ ആരാ? ക്രിസ്തുവിൽ വസിക്കുന്നവരെ. ഒന്ന്, എപ്പോഴും പാസ്റ്റർ പുറകെടന്ന് ഉപദേശിക്കണോ? വേണോ? ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഒരു പാസ്റ്ററോ ഒരു സഹോദരിയോ നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളെ ഭരിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളെ ആത്മാവിൽ എന്താ പറയാ, കർത്താവിൽ നടത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. നമ്മളെ ഉപദേശിക്കേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഉപദേശിച്ചിട്ട് കേൾക്കാത്തവരാണ് പാസ്റ്റർ ഉപദേശിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് ഉപദേശിക്കുമ്പോൾ നമ്മൾ കേട്ടാ, പുള്ളി എവിടെ നിന്നാ ഉപദേശിക്കുന്നേ? അകത്തിരുന്നാ ഉപദേശിക്കുന്നേ. ഉറങ്ങുന്നവരാരെങ്കിലും ഉണ്ടേ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ആമേൻ. ആരുമില്ല. ആമേൻ. ഒന്ന് ചിന്തിച്ചേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെ നിന്നാ ഉപദേശിക്കുന്നേ? പരിശുദ്ധാത്മാവ് ഉപദേശിച്ച അടുത്ത ആൾക്കാർ കേൾക്കത്തില്ല, പക്ഷെ പാസ്റ്റർ ഉപദേശിച്ചാൽ ആൾക്കാർ കേൾക്കും. അപ്പോൾ ആരുടെ ഉപദേശം കേൾക്കുന്ന നല്ലത്? ഒന്നുകൂടെ പറഞ്ഞ, ആരുടെ ഉപദേശം കേൾക്കണം? പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേൾക്കണം. കേൾക്കാൻ തുടങ്ങിയാൽ പാസ്റ്റർ ഉപദേശിക്കേണ്ടി വരത്തില്ല. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. പാസ്റ്റർ പറയുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് തോന്നും, എന്നാലും പാസ്റ്റർ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, തന്നില്ലേ തോന്നും. ഹല്ലേലൂയ. എന്നാലും പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെ, എങ്ങനെ പറയാൻ തോന്നിയെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുമ്പോൾ അനുസരിക്കാൻ തുടങ്ങുക. ആമേൻ. നമ്മൾ പറയാലോ, അകത്ത് നമ്മൾ അപ്പനും അമ്മയും അടിച്ചു വളർത്തിയ പിള്ളേരെ ആര് എന്ത് ചെയ്യത്തില്ല? പുറത്തുള്ളവര് അടിക്കത്തില്ല. കാരണം എന്തുവാ? അപ്പൻ അടിച്ച വീട്ടുകാർ മാത്രമേ കേൾക്കുള്ളൂ, പുറത്തൊരാഴ്ച നാട്ടുകാർ മുഴുവൻ അറിയും. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴടങ്ങിയാൽ, അത് ഞാനായാലും നിങ്ങളായാലും കീഴടങ്ങിയാൽ, ആമേൻ, ലോകവും നാട്ടുകാരും നിങ്ങളെ ഉപദേശിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പോലും അറിയാതെ ദൈവഹിതമുള്ള പ്രവൃത്തികൾ വരും, ദൈവഹിതമുള്ള സംസാരം വരും, ദൈവഹിതമുള്ള നടത്തം വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ അഭിഷേകം, നമ്മളിൽ വസിക്കുന്ന അഭിഷേകം. ആമേൻ. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുക്കൽ, സ്വർഗത്തിന്റെ അടുക്കൽ എത്തിക്കുന്നത് ഈ അഭിഷേകമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, തെളിവുണ്ടോ സിസ്റ്റർ? ഞാൻ പറയും, കർത്താവ് പറഞ്ഞ തെളിവ് ഉൾപ്പെടെ ഞാൻ വെച്ചു തരാം. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവൻ അല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ പോകും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവ് വേണം എന്ന് പറഞ്ഞ് നടപ്പ് ക്ലിയർ അല്ലാതെ അന്നൊരു ദിവസം പാസ്റ്ററെ ഞാൻ ഈ കുടി നിർത്തി, വലി നിർത്തി, ചീത്ത വിളി നിർത്തി, മാനസാന്തരപ്പെട്ടു, എന്നെ ഒന്ന് മുക്കണം പാസ്റ്ററെ എന്ന് പറഞ്ഞ് മുങ്ങി എഴുന്നേറ്റ് തോന്നും പോലെ നടന്ന സ്വർഗത്തിൽ പോകത്തില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പരാതിയും കൊണ്ട് വരരുത്, ഞാൻ ഇവിടെ കാണത്തില്ല, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോകും. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകണമെങ്കിൽ നേരാൻ വേണം നടക്കണം. ഹല്ലേലൂയ. എന്നാലേ സ്വർഗത്തിൽ കർത്തമേശയുടെ മുമ്പിലായിരിക്കുന്ന ആ ബോധ്യം കൂടെ ഉണ്ട് എനിക്ക്. അവൻ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഹല്ലേലൂയ. നേരാവണ്ണം നടന്നാൽ എവിടെ പോകത്തുള്ളൂ? സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന ആളിൽ എന്തുണ്ട്? അതുകൊണ്ട് ചിലർക്കുള്ള സംശയം, അന്യഭാഷയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മറ്റൊരു അന്യഭാഷ, അപ്പൊ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ലേ? പോവോ ഇല്ലേ? ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറ, പോകുമല്ലേ?
പോകും. എന്തുണ്ടേ? ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചിട്ട് കർത്താവ് ആ പരിശുദ്ധാത്മ ഉപദേശിക്കുന്ന ഉപദേശത്തിനൊത്തവണ്ണം വചനത്തിനൊത്തവണ്ണം നമ്മൾ നടക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ പോകും. അതിന് പിശാച് വന്നാലും എന്ത് നുകം നിന്റെ മേലിരിക്കുന്നു പറഞ്ഞാൽ കാര്യമില്ല. നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് നീ യേശുവിൻ്റെതാന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അവൻ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും. നീതിയോടെ നടക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തിനകത്ത് നമ്മൾ പോകും. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ അഭിഷേകമുണ്ട്. ഇത് മേൽ വരുന്ന അഭിഷേകമാണ്. ആമേൻ. മേൽ വരുന്ന അഭിഷേകം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികളാകും. ഈ രണ്ടാമത്തെ അഭിഷേകത്തിന്റെ പ്രത്യേകത സാക്ഷികൾ ആക്കുന്ന അഭിഷേകമാണ്. സാക്ഷി പറയിക്കുന്ന അഭിഷേകമല്ല. ഇന്ന് രാവിലെ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് വന്നതിന് ശേഷം ഒരുപാട് മാനസാന്തരപ്പെട്ടു. ഞാൻ പറയും, നീ പറയണ്ട, വീട്ടുകാർ പറയണം. ഹല്ലേലൂയ. സാക്ഷി എവിടെ നിന്ന് വരണ്ടേ? നമ്മുടെ ചുറ്റിലുള്ളവരിൽ നിന്ന് വരണ്ടേ. സാക്ഷി എവിടെ നിന്ന് വരണം? അയൽക്കാരിൽ നിന്ന് വരണം. അയൽക്കാരി നല്ല സാക്ഷിയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇല്ലേ ആരും? കർത്താവേ, ഇവിടെ ചങ്കുവട്ടി പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ, അങ്ങനെ ഉള്ളവരൊന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയെങ്കിലും ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ നാട്ടുകാരടുത്ത് വന്ന് ചോദിച്ചാൽ ആരും എന്നെ കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം പറയത്തില്ല. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ പരിശ്രമം എന്ത് ചെയ്യും? സാക്ഷികൾ ആകും. നിങ്ങൾക്ക് ആ ജന്മ ശത്രുവാണെങ്കിൽ പോലും ഞാൻ പറയും, ഒരു 10-15 വർഷം ക്ഷമയോടുള്ള നിങ്ങളുടെ നടപ്പ് കണ്ടാൽ 10 വർഷത്തിൽ കൂടുതൽ ഒരു ദേശത്തിനകത്ത് പാർക്കുന്നവർക്ക് അയൽക്കാർ ശത്രുക്കളായിരിക്കരുത്. പിണങ്ങരുത്. ഹല്ലേലൂയ. 10 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അവരുടെ ശത്രുത ഉണ്ടാകരുത്. അവരെ കണ്ടാൽ നിങ്ങൾ മിണ്ടണം. അവരെ കാണുമ്പോൾ ഇങ്ങനെ വെട്ടിട്ട് പോകരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം വന്നില്ല. മാനസാന്തരപ്പെട എവിടെയൊക്കെ ഉണ്ട്. ഇതിനൊന്നും ആമേനും വരില്ല, ഹല്ലേലൂയയും പറയൂല. എൻ്റെ അടുത്ത് പിണങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 വർഷത്തിൽ കൂടുതൽ നിങ്ങളുടെ കുറ്റം കൊണ്ട് അവരങ്ങനെ പോവരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മൾ സാക്ഷികളാകുമ്പോ നമ്മൾ അവർക്ക് ദോഷം ചെയ്യുന്നില്ലെന്ന്, നമുക്ക് വിരോധമായി അവർ സംസാരിക്കുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുമ്പോ അവർ ആത്മാവിനാൽ ഇണങ്ങി വരും. ഹല്ലേലൂയ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഹല്ലേലൂയ. കൈ കിട്ടാ കൊന്നുകളയൊന്ന് മുഖത്തോട് പോകണ്ട ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന പാർട്ടിക്കാരൊക്കെ ആമൻ നമ്മൾ സൈലന്റ് ആയപ്പോൾ മിണ്ടിയത് കൊണ്ട് ഞാൻ പറയുക, ഞങ്ങളുടെ കഴിവെന്നല്ല പറഞ്ഞേ, കർത്താവിൻ്റെ സ്വഭാവം ഞങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങിയത് കൊണ്ട് അവൻ ഞങ്ങൾ ഭയങ്കര മിടുക്കന്മാരെന്നല്ല പറഞ്ഞേ. കുറച്ച് സമയത്ത് ആമൻ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നിട്ടും ഞങ്ങൾ സൈലന്റ് ആയതുകൊണ്ട് പരിശുദ്ധാത്മാവോടെ ആമൻ പ്രവർത്തിച്ചതാണ്. ഹല്ലേലൂയ. സാക്ഷികൾ ആകണം. എന്ത് ചെയ്യണം? ഈ സാക്ഷികളാകുന്നതിൻ്റെ കൂട്ടത്തിൽ കൃപാവരങ്ങളുടെ ജ്വലനം ഉണ്ടാകും. എന്തുവരും? കാരണം അവൻ ശക്തി ലഭിച്ചു കഴിഞ്ഞ പത്രോസ്, അവൻ 12 അപ്പോസ്തലന്മാർ, അവൻ കൂടെ അതിനകത്തുനിന്ന് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട് എഴുന്നേൽക്കുക. വചനം പറയുന്നു, ഇവരിലൂടെയൊക്കെ അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിക്കാൻ തുടങ്ങി ദേശത്തിനകത്ത്. രോഗികൾ സൗഖ്യമാകുന്നു. ആമേൻ. ഇങ്ങനെ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒത്തിരി അത്ഭുതങ്ങൾ, ഭൂതങ്ങൾ പുറത്താകുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ എന്ത് ചെയ്യാണ്? ചലിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. പക്ഷെ യേശു കർത്താവ് അവൻ ഇതിലൊക്കെ സന്തോഷിക്കുന്ന ഒരു കൂട്ടം പേരെ നോക്കി നേരത്തെ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലോ രോഗികൾ സൗഖ്യമാകുന്നതിലോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ശിഷ്യന്മാരെ ഈ 2 പേരായിട്ട് അടുത്ത് വിളിച്ചിട്ട് പറയുക, നിങ്ങൾ പോയി എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ ഇവർ ഓടി തൊട്ട രോഗികൾക്കൊക്കെ സൗഖ്യം വന്നു. ഇവരെ കാണുമ്പോൾ ഭൂതം അലറിയോടാൻ തുടങ്ങി. ഓടി സന്തോഷത്തോടെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയും, കർത്താവേ, അവൻ ഞങ്ങളുടെ ശുശ്രൂഷ സക്സസ്. ഹല്ലേലൂയ. കണ്ട ഭൂതമെല്ലാം പുറത്തു പോകുന്നു, കണ്ട രോഗിയെല്ലാം സൗഖ്യമാകുന്നു. കർത്താവ് പറയുന്നു, എന്ത് കാര്യം? മേളി പേരുണ്ടോ നോക്ക്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, രണ്ടാമത്തെ അഭിഷേകം കിട്ടിയാലും ആദ്യത്തെ ഉണ്ടെന്ന് ഉറപ്പാവണം.
ഇവിടെ കുറെ രോഗികളെ സൗഖ്യമാക്കി. അയ്യോ, ഇത്രയും വലിയ പാസ്റ്റർ, അവൻ വിശ്വാസി മേളിൽ ചെന്നിരിക്കുമ്പോൾ പാസ്റ്റർ താഴെ കിടക്കും. അവർ മേളിൽ താഴ്ച നോക്കും. എൻ്റെ പൊന്നോ, എന്തോരം പ്രസംഗമായിരുന്നെന്നറിയാവോ. അപ്പോൾ എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതെന്നറിയാവോ. ആമൻ ഒന്ന് പറഞ്ഞ രണ്ട്, ആമൻ നമ്മുടെ വായടക്കത്തക്കണം പറഞ്ഞ പുള്ളി അതേ കിടക്കുന്നു താഴെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ആമേൻ. അകത്ത് വസിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടേ, ഇത് നഷ്ടപ്പെടല്ലേ. ഹല്ലേലൂയ. ഇത് നഷ്ടപ്പെട്ടാലും പുറത്ത് ചലിക്കുന്ന വീണ്ടും ചലിക്കും. അറിയാവോ നിങ്ങൾക്ക്? കർത്താവ് ഒരു കൃപാവരം ഒരാൾ ഇട്ട എടുക്കത്തില്ല തിരിച്ച്. ആമേൻ, ആമേൻ, എടുക്കത്തില്ല. കർത്താവ് ഒരു അനുഗ്രഹം കൊടുത്തതാ. ഹല്ലേലൂയ. അതിനെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞു തരാം, വേണ്ട അതിപ്പോ പറയണ്ട. ഓക്കെ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരു അഭിഷേകം ഇട്ടാൽ അതിട്ടതാ. ചിലര് കൃപയിൽ ഭയങ്കരമായിട്ട് നിന്നിട്ട് ഉപദേശം വിട്ട് മാറിപ്പോയിട്ട് പിന്നെ അത്ഭുതമായിട്ട് അതിന്റെ ഉദാഹരണമാണ്. അവർ പിശാചിന്റെ ആയുധമായി മാറി. അകത്തിരുന്ന പരിശുദ്ധാത്മാവ് പോയി ദുരുപദേശത്തിനകത്ത് അവർ കുടുങ്ങി. പക്ഷേ ചലിക്കുന്നത് ചലിക്കും. ഈ രോഗസൗഖ്യം ചലിച്ചോണ്ടിരിക്കും. അത് പിന്നെ ആരാ ഉപയോഗിക്കുന്നത്? പിശാച് അവന് വേണ്ടി ഉപയോഗിക്കും. ഞാൻ വിട്ടു ആ വിഷയം, അവിടെ എനിക്ക് പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാതില്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ആമേൻ. അതുകൊണ്ട് എന്താ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടേ? അകത്തിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെടരുത്. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചില്ലേ? തെറ്റ് ചെയ്തപ്പോ ദാവീദ് പറയുക, കർത്താവേ, ആമേൻ, സിംഹാസനം പോവല്ലേ, നല്ല പ്രാർത്ഥിച്ചേ. സിംഹാസനം പോകാതിരുന്ന നാട്ടുകാർ വിചാരിക്കും ഇവൻ ഇപ്പോഴും അഭിഷിക്തനാന്ന്. സൈലന്റ് ആയോ? കഴിഞ്ഞോ? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദാവീദ് സിംഹാസനം പോകാതിരുന്നാൽ, അയ്യോ, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കാട്ടിനകത്ത് കിടന്നവൻ വേണ്ട സിംഹാസനത്തിൽ ഇരിക്കുക. ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവേ സിംഹാസനം എടുക്കല്ലേ, നല്ല. പുള്ളി നേരെ ചെന്ന് നെടുമ്പാട വീണു. എന്നിട്ട് പറയും, കർത്താവേ, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തുകളയത്. കാരണം ദാവീദിനറിയാം, പുറമേ ഉള്ളത് പോകുന്നതിലല്ല കാര്യം, അകത്തൊരുവനുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ നിന്റെ ആത്മസന്തോഷം നഷ്ടപ്പെടും. അകത്തെ മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്ന അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിനക്ക് പിന്നെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകം എവിടെ വസിക്കണം? സാക്ഷിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, രക്ഷയാ ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. പുറത്തുള്ള സാക്ഷ്യം ഞാൻ പറയും, ഈ അകത്തുള്ളവന് പുറത്ത് വന്നോളും, യഥാസമയങ്ങളിൽ വന്നോളും. അതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കത്തില്ല. ഞാൻ ആ വിഷയം വിട്ട് എൻ്റെ വാക്യം വാക്കുകൾ പറഞ്ഞു പെട്ടെന്നിരിക്കാം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം, ഒന്നാമത്തെ അഭിഷേകം അകത്ത് പകരുന്ന അഭിഷേകം. അത് നമ്മളെ ഉപദേശിക്കുന്നു, ദൈവരാജ്യത്തിന് എത്തുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തിയാക്കുന്നു. രണ്ടാമത്തെ അഭിഷേകം സാക്ഷിയാക്കുന്ന അഭിഷേകം. അത് നമ്മുടെ ദേശത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ സഹായിക്കും. പക്ഷെ ഒരു കാര്യം, ആമേൻ, അകത്തെ അഭിഷേകമില്ലാതെ പുറത്തുള്ളത് മാത്രം വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആമേൻ. ഒരു വേള സമർപ്പിക്കപ്പെട്ട പുറത്തും കൂടെ പകർന്നതാ. ആമേൻ. അന്യഭാഷയെല്ലാം പുറമേ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, അന്യഭാഷ പറയുന്നവൻ അന്യായ ഭാഷയും പറയുന്നെങ്കിൽ അവൻ്റെ പുറത്ത് മാത്രമേ ഇപ്പം അഭിഷേകമുള്ളൂ, അകത്തില്ല. അന്യഭാഷ ഒരിക്കൽ പ്രാപിച്ച ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാം വീണ്ടും. പക്ഷേ പുറത്ത് ചീത്ത വാക്ക് പറയുന്നേ, മാറി നടന്നേക്കണേ. ഹല്ലേലൂയ, ആമേൻ. പുറത്ത് പ്രവൃത്തി ശരിയായതല്ലെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പുറത്ത് വിശുദ്ധന്മാരുടെ അഭിനയിക്കാൻ പറ്റും, അകം നോക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് തിരിച്ചറിയുക, പുറമേയുള്ളത് മാത്രമല്ല, അകം കർത്താവിനോട് ബന്ധമുള്ളതായിരിക്കട്ടെ, ഹൃദയം ദൈവത്തോട് ബന്ധമുള്ളതായിരിക്കട്ടെ. ആ ബന്ധമില്ലേ, പുറത്ത് എന്ത് ആഡംബരം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പുറത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ആമേൻ. ഇനി ആമേൻ. അത് രണ്ടാമത്തെ അഭിഷേകം. മൂന്നാമത്തെ അഭിഷേകം നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം. അത് ഈ പൈശാചികന്റെ നുകങ്ങൾ, പിശാച് വെക്കുന്ന നുകങ്ങൾ. നമ്മുടെ ആത്മീകവും ഭൗതികവുമായ മണ്ഡലത്തിനകത്ത് ഈ നുകം വയ്ക്കുന്നത് മനുഷ്യനല്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നുകം വയ്ക്കുന്നത് ആരല്ല? മനുഷ്യനല്ല. അതാരാണ്? പിശാചാണ്. ഹല്ലേലൂയ.
വേറെ ഏതെങ്കിലും പഠിപ്പിക്കലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒണ്ടയിൽ മറന്നേക്ക് കർത്താവിൻ്റെ വചനത്തെ നോക്കി പഠിക്കുക. നുകം വെക്കുന്നത് ആരാണ്? പിശാചാണ് നമ്മുടെ മേൽ. ആമേൻ, ഹല്ലേലൂയ. രണ്ട് നുകങ്ങൾ വരാം. ഒന്ന്, ആമേൻ, സ്വർഗത്തിൻ്റെ നുകം. ആമേൻ, യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, അത് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമായിരിക്കും. മറ്റൊരു തരത്തിൽ ദൈവിക ആശ്വാസം കണ്ടെത്താൻ കഴിയാതെ നിന്റെ ഹൃദയത്തെ കുഴക്കുന്ന ഏതെങ്കിലും നുകത്തിൻ്റെ ചിന്ത വന്നിട്ടുണ്ടേൽ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ടച്ചില്ല, അശുദ്ധ വ്യാപാരങ്ങൾ ടച്ച് ഉണ്ടാകും. അതുകൊണ്ട് അതിനെ കൊടഞ്ഞു കളയണം. അതിനെ കൊടയണമെങ്കിൽ എന്ത് വേണം? അഭിഷേകം വേണം. അഭിഷേകം ഉള്ളവനെ അതിനെ കുടഞ്ഞു കളയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, പുഷ്ടി വന്നാൽ, അഭിഷേകം വന്നാൽ നുകം ഉടഞ്ഞു പോകും. ആരും ഉടയ്ക്കണ്ട, അത് തന്നെ ഉടയും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെട്ടാൽ ഒരു മനുഷ്യനും വന്ന് നിന്റെ തലയെ കൈവച്ചില്ലെങ്കിലും, ഒരു പാസ്റ്ററും വന്ന് നിന്റെ പുറത്ത് കൈവച്ച് പോ സാത്താൻ എന്ന് പറഞ്ഞില്ലേലും, അവൻ അഭിഷേകമുണ്ടോ നിനക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. അഭിഷേകമുണ്ടോ നീ നുകത്തെ തകർക്കും. ഈ വചനം ഒരിക്കലും ഒരു പാസ്റ്റർക്ക് വേണ്ടി അല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം ഒരിക്കലും ഒരു പാസ്റ്റർക്ക് വേണ്ടിയുള്ളതല്ല. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കുമുള്ളതാണ്. നിങ്ങൾക്ക് വിരോധമായി വരുന്ന നുകങ്ങളെ തകർക്കുവാൻ നിങ്ങളുടെ മേൽ അഭിഷേകം ചലിച്ചാൽ മതിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് വിരോധമായി ആരെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ തിരിച്ചു ചോദിക്കണം, അതിനുള്ള വചനം എവിടെ കിടക്കുന്നെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അഭിഷേകം ചലിക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കുന്നുണ്ടോ? നിനക്ക് വിരോധമായി കിടക്കുന്ന നുകം ഉടഞ്ഞിരിക്കണം. അവൻ ഉടയണം. കാരണം നുകത്തെ തകർക്കുവാൻ ദൈവിക അഭിഷേകം വരുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ, അവൻ ദൈവിക അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോ നുകം തകരും. 3 തരത്തിലുള്ള അഭിഷേകം പറഞ്ഞു. ഒന്ന്, നമ്മളിൽ വസിക്കുന്ന അഭിഷേകം, ഉപദേശിക്കുന്ന അഭിഷേകം. ആമേൻ, നേരായ പാതയിൽ നടത്തുന്ന അഭിഷേകം. രണ്ടാമത്തെ അഭിഷേകം, മേൽ വസിക്കുന്ന അഭിഷേകം. ഇത് രണ്ടും കർത്താവിൻ്റെ അഭിഷേകം നേരത്തെ പറഞ്ഞതാ. പക്ഷേ ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ മേൽ വരുന്ന അഭിഷേകം അത് സാക്ഷിയാകാനുള്ളത്. മൂന്നാമത്തത് നുകത്തെ തകർക്കുന്ന അഭിഷേകം. ഞാൻ ഒരു കാര്യം പറയാം, ഒടുക്കത്തെ 2 പ്രാപിച്ചാൽ ആദ്യത്തത് കിട്ടിയില്ലേ നരകത്തിൽ പോകും. ഹല്ലേലൂയ. ആമേൻ. ഇത് ഭീഷണിപ്പെടുത്തി നിങ്ങളെ ആമേൻ ദൈവസന്നിധി കൊണ്ടുവരുന്നതല്ല, വചനമാണ് ഞാൻ പറഞ്ഞേ. എനിക്ക് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അന്യഭാഷയും അന്യായ ഭാഷയും ഒരേ വാക്യത്തൊന്നും വരത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയും പിശാചിന്റെ പ്രവൃത്തിയും ഒരേ വ്യക്തിയിൽ നിന്ന് വരാൻ പാടില്ല. മാനസാന്തരപ്പെടേണ്ടിയെടുത്ത് ക്രമീകരിക്കപ്പെടേണ്ടിയെടുത്ത് അത് വരുമ്പോ വിശ്വസ്തതയിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ ഏത് നുകം വന്നാലും അതിനെ തകർക്കത്തക്ക അഭിഷേകം നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. ആ അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഒതുക്കുന്ന മണ്ഡലങ്ങളെ നിങ്ങൾ ജയിക്കും. ആമേൻ, ആമേൻ. ഞാനിങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ച് നേടണം ചിലത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നേടണം, പ്രാർത്ഥിച്ച് ജയിക്കണം. ഞാൻ കൂടുതൽ പ്രാർത്ഥനയ്ക്കാണ് ഗൈഡൻസ് കൊടുക്കാറ്. ഹല്ലേലൂയ. കാരണം വില കൊടുത്ത് നേടുന്നതിന് രുചി കൂടുതലാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മേൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ അടുക്കൽ വരുന്നവർ പോലും വിടുവിക്കപ്പെടാൻ തുടങ്ങുക. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ ആമേൻ, ഒന്നാമത്തെ അഭിഷേകം നമ്മുടെ വ്യക്തിപരമായി വരുന്നത്. രണ്ടാമത്തെ അഭിഷേകം ആമേൻ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളെ തൊടുന്നത്. മൂന്നാമത്തെ അഭിഷേകം രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകമാ. ഇന്ന് പകൽക്കാലം ഒന്നാമത്തേത് നീ വിശ്വസ്തരായാൽ നിനക്ക് രണ്ടാമത്തേതിലേക്ക് പ്രവേശനം ലഭിക്കുക. രണ്ടാമത്തേതിൽ ആമേൻ വിശ്വസ്തരാകുമ്പോ രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള അവൻ നുകങ്ങളെ പൊട്ടിക്കുന്ന അഭിഷിക്തരായി സ്വർഗം ഒരു തലമുറയെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ അഭിഷേകത്തിന്റെ തലങ്ങളിലൂടെ എന്നെ നടത്തിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആദ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതാന്ന് വിചാരിക്കരുത്, തോറ്റുപോകും. ആദ്യത്തെ പരീക്ഷ പാസ്സാവണം, നിങ്ങളിൽ അഭിഷേകം വരണം. അടുത്ത രണ്ടാമത്തെ പരീക്ഷ, രണ്ടാമത്തത് എന്തുവാ? നിങ്ങളുടെ മേൽ അഭിഷേകം. പിന്നെ മൂന്നാമത്തത്
ഒന്നാമത്തത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കും വിശുദ്ധിയോടെ നടപ്പിനും, രണ്ടാമത്തത് ദേശത്തിന് നടുവിലുള്ള സാക്ഷ്യത്തിന്, മൂന്നാമത്തത് രാജ്യങ്ങളുടെ മേൽ അതോറിറ്റി വരേണ്ടതിന്. ഒന്ന് പറഞ്ഞാൽ പൈശാചിക അധികാരത്തിൻ്റെ മേലും പൈശാചിക ആധിപത്യത്തിൻ്റെ മേലും നമ്മൾ അധികാരമുള്ളവരായി എഴുന്നേൽക്കും. ഒരു നിമിഷം കണ്ണുകളെ മൂടിയ ദൈവസ്ഥാനിൽ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം പറയണം, കഥാവേ, അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് അന്യഭാഷയും അന്യായ ഭാഷയും ഒരുമിച്ച് വന്നു. ചർച്ചയിൽ അന്യഭാഷ, വീട്ടിൽ അന്യായ ഭാഷ. മനസാന്തരപ്പെടുക. ഞാൻ കർത്തൃമേശയുടെ മുമ്പിലും കൂടെ നമ്മളായിരിക്കുക. പറഞ്ഞേ കഥാവിൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുന്നു. വചനം പറയുന്നു, 2 കണ്ണ് ഉള്ളവരായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് ഏറെ നല്ലത്. കർത്താവേ, എൻ്റെ കണ്ണുകളുടെ മേൽ, എൻ്റെ ചിന്തയുടെ മേൽ, എൻ്റെ നാവിന്മേൽ, എൻ്റെ പ്രവൃത്തിയുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരായി വിശുദ്ധിയിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ യാതൊന്നിനാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരിക. എല്ലാവരും പറഞ്ഞേ, ഇത് നിങ്ങൾ ചുമ്മാതെ നിന്ന് കളയേണ്ട സമയമല്ല. ഇതിനകത്ത് നിങ്ങൾ ആരും നോക്കുന്നില്ല. നിങ്ങൾ ആർക്കും കണക്ക് കൊടുക്കണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നേ. പറയേ, കർത്താവേ, എന്നിൽ നിന്ന് ഉപ്പും കയ്പും മധുരവുമായുള്ള വെള്ളം ഒരു ഉറവിൽ നിന്ന് വരത്തില്ലെങ്കിൽ എന്നിൽ നിന്ന് 2 തരത്തിലുള്ള ഫലം വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് പ്രയോജനമുള്ള ഒരു ഉറവായി തീരുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ സഹായിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലതിനെ ശുദ്ധീകരിക്കുക. എവിടെങ്കിലും കുറവ് വന്നതോടെ പറയും, കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. അശുദ്ധ വാക്കുകൾ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ, ദൈവഹിതമല്ലാത്ത നോട്ടങ്ങൾ, ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ഉരിഞ്ഞുകളയ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുക. വിശുദ്ധീകരിച്ചാട്ടെ പപ്പ. അങ്ങയുടെ സാക്ഷിയായി തീരുവാൻ ദേശത്തിന്റെ നടുവിൽ സാക്ഷിയായി തീരത്തക്കവണ്ണം അഭിഷേകത്തെ എന്നിൽ ചലിക്കണം. ആ അഭിഷേകം എൻ്റെ മേൽ ചലിക്കണം. നുകത്തെ തകർക്കുന്ന ഒരു അഭിഷേകം ഈ നാളുകൾ സ്വർഗം എൻ്റെ മേൽ പകരണം. ഏൽപ്പിച്ചുകൊടുത്ത് പ്രാർത്ഥിച്ചേ. നിങ്ങൾ 1-2 ഘട്ടങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ സ്വർഗം വിലയേറിയവരായി എണ്ണിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായി രാജ്യങ്ങളുടെ മേലുള്ള അനോയിന്റിംഗ് എഴുന്നേൽപ്പിക്കും. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മ ചില നാളുകൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുക എന്ന് ആരോടൊക്കെ പരിശുദ്ധാത്മ ആലോചന പറയുക. നിങ്ങളെ പഠിപ്പിക്കാൻ പോകുക. ദൈവിക ട്രെയിനിങ്ങിനകത്തേക്ക് സ്വർഗം ചിലരെ കരം പിടിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ നുകങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ നാവിൽ ശുദ്ധീകരണം വരുന്ന ദിവസങ്ങൾ കാണും. ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയ സാക്ഷ്യം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നത്. അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്കായി സ്വർഗം ഇതിനകത്തുനിന്ന് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, അങ്ങ് എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിനൊത്തവണ്ണം എനിക്ക് വിശ്വസ്തനാകണം. പറഞ്ഞേ, വിശ്വസ്തനായിടുവാ. പറഞ്ഞേ ഇടുന്നു. പറഞ്ഞേ കർത്താവിനോട് പറഞ്ഞേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തനാകണം. എനിക്ക് വിശ്വസ്തയാകണം. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് അങ്ങനെ മേൽ പകർന്ന അഭിഷേകത്തെ അനുസരിച്ച് നടപ്പാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുക.
ചെയ്യുവാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ എന്നെ വിളിച്ചിടും വേല ചെയ്യുവാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ വിശ്വസ്തനായിടുവാൻ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ കഥാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് വരുന്നു. കഥാവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കായി അയക്കണം. കഥാവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട വചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരായി ദൈവവചനത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവകൃപയോട് കൂടെ ചലിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. ഒരേ ഉറവിൽ നിന്ന് കയ്പ് മധുരമായത് പുറപ്പെടുവത്തില്ലല്ലോ. അങ്ങനെ ദൈവഹിതമുള്ള ആമേൻ ഹല്ലേലൂയ വെള്ളം പുറപ്പെടുവിക്കുന്നവരായി വിശുദ്ധിയോടെ ജീവിപ്പാൻ സ്വർഗം അങ്ങയുടെ മക്കളെ അടിയങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കൃപ കൂടെ ഇരിക്കണം. തുടർന്നും കഥാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ.